നമസ്തേ, സ്വാഗതം. ബി2 ഓർഗാനിക്സിൻ്റെ 115ാമത് എപ്പിസോഡിലേക്ക്. നമ്മുടെ റോഡരികിലും പറമ്പിലൊക്കെ സ്ഥലം മുടക്കാൻ എന്ന പോലെ ഒരുപാടായിട്ട് നമ്മൾ കാണുന്ന എന്നാൽ വളരെ ഭംഗിയുള്ള വലിയ ഇലകളോടുകൂടിയ വെള്ളപ്പൂക്കളും കായ്കൾ ആദ്യം പച്ചയും പിന്നെ കറുപ്പ് നിറത്തിലും വരണ കുലകുലയായിട്ട് മുന്തിരിക്കുലകൾ പോലെ കാണുന്ന അത്യാവശ്യം ഉയരത്തിൽ വരണ ഒരു ചെടിയുണ്ട്. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അസ്ഥിപെറുക്കി, ചൊറിയൻ താളി എന്നൊക്കെയാണ് കേട്ടോ. ഇംഗ്ലീഷിൽ ഇതിൻ്റെ ബാൻഡിക്കോട്ട് ബെറി എന്നാണ് പറയുക. സംസ്കൃതത്തിൽ ഛത്രി പറയുന്നുണ്ട്. കോമൺ ആയിട്ട് ഔഷധങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചികിത്സക ബുക്കുകളിലും താളിയോലകളിലൊക്കെ പറയുന്ന പേര് ഞെഴുക്, ഞള്ള്, ഞെളു, കുടഞ്ഞെഴുക്ക്, മണിപ്പരണ്ടി എന്നൊക്കെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ്. വേരുകളും ഇലയുമാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇളം കൊമ്പും തളിരിലയൊക്കെ പലരും കറി വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കായും ചിലർ കഴിക്കുന്ന കേട്ടിട്ടുണ്ട്. മധുരമാണ് എന്ന് പറയുന്നുണ്ട്. ഇല നല്ലൊരു പച്ചിലകളാണ്. നമ്മുടെ ഈ മയിലുനീളി പറയണ ധൃതരാഷ്ട്ര പച്ച ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ബക്കറ്റിൽ വെച്ചിട്ട് ആ വെള്ളം നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചെടുത്ത ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളൊരു വളമാണ് കേട്ടോ. ഹിന്ദു ആചാരപ്രകാരം കത്തിച്ച ചിതയിൽ നിന്ന് അസ്ഥി പെറുക്കാനായിട്ട് ഈ ഞെളുവിൻ്റെ കമ്പ് അല്ലെങ്കിൽ ഞെഴുക്കിൻ്റെ കമ്പ് എടുക്കും. അതുകൊണ്ടാണ് ഈ ചെടീനെ അസ്ഥിപെറുക്കി എന്നും പറയണം കേട്ടോ. പിന്നെ നാട്ടുവൈദ്യത്തിൽ പിത്തത്തിനും അതിസാരം അല്ലെങ്കിൽ വയറിളക്കം, ത്വക്ക് രോഗത്തിനൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ത്വക്ക് രോഗത്തിന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് താരനും പേനൊക്കെ പോകാനായിട്ട് ഇതിനെ ചൊറിയൻ താളി എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ, അല്ലെങ്കിൽ ഡാൻഡ്രഫ് കാരണം വല്ലാണ്ട് ചൊറിഞ്ഞ് കയറുന്നതും പേനൊക്കെ കടിക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ ഇല അരച്ച് താളിയായിട്ട് ഉപയോഗിക്കുകയാണ് വെച്ചാൽ ഈ ഡാൻഡ്രഫും പേനും ഒക്കെ പെട്ടെന്ന് പോകും എന്ന് നമ്മൾ പറയാറുണ്ട്. വേപ്പിൻ്റെ ഇലയ്ക്കും ഈ ഒരു ഗുണമുണ്ട്. പക്ഷേ നാട്ടിൽ ഇതിനെ ചൊറിയൻ താളി എന്നാണ് നമ്മൾ അറിയപ്പെടുക. അസ്ഥിപെറുക്കി, ചൊറിയൻ താളി എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുക. ഇതിൻ്റെ ഔഷധ ഗുണം അമൂല്യമാണ്, മറക്കരുത് കേട്ടോ.